നമസ്കാരം. ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Education is always considered as a powerful tool, is also considered as the most strongest key which can unlock the whole world, which can unlock the golden doors of opportunities. That is why it's rightly said, people can take anything from you but not the education. Because education is something which is with you and you can carry it under the sea, over the mountains, when you are on the top, when you are on the down. That is how much powerful education is. Today I'm speaking a lot about education, isn't it? The reason is I'm here, campus of GTech Education, with the chairman and the managing director of GTech Education, Mr. Maharoof Manalodi. So if I tell you about slightly about GTech Education, it's an ISO certified organization. They started from Kerala, Kozhikode, and now all over the world they are there. They have institutes, they are training people professionally. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് GTechനെ പറ്റി അറിയാനുണ്ടല്ലോ. എന്തൊക്കെ കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഹൗ ദേ ആർ ഡീലിംഗ് വിത്ത് സ്റ്റുഡൻസ്, എങ്ങനെയാണ് ഈ ഒരു ഐഡിയ വരുന്നത്. ബിക്കോസ് എഡ്യൂക്കേഷൻ ഇസ് സംതിങ് വി ഓൾ ആർ ലുക്കിംഗ് ഫോർ ആൻഡ് ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് എവറി പേരൻറ്റ് ആൻഡ് എവറി ഹ്യൂമൻ ബീങ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ സാറിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട്, എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയതും, ഹൗ തിങ്സ് ആർ ഗോയിങ്. സോ ഞാൻ നിങ്ങളുടെ ടൈം ഒരുപാട് വേസ്റ്റ് ആക്കുന്നില്ല. അതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ ഗസ്റ്റിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. താങ്ക് യു വെരി മച്ച്. വെൽക്കം ടു ഐക്കൺസ് ഓഫ് ഇന്ത്യ. ഒരുപാട് സന്തോഷമുണ്ട് സർ, ഇന്ന് നമുക്ക് GTechന്റെ ദുബായ് ക്യാമ്പസിൽ എത്താൻ പറ്റി എന്നുള്ളതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം കോഴിക്കോട് സർ. അവിടെ നിന്നായിരുന്നല്ലോ സാറുടെ ഒരു തുടക്കം. ഏത് ഇയറിലായിരുന്നു സർ ഈ GTech എന്ന് പറയുന്ന ഒരു സീഡ് സർ ഇടുകയും പിന്നെ അതൊരു പ്ലാന്റ്, പിന്നെ ഇപ്പോൾ ട്രീ ആയി മാറി, അതിൻ്റെ ഡിഫറെൻറ്റ് ഏരിയാസിൽ ഇപ്പോൾ GTech ഉണ്ട്. ഏത് ഇയറിലാണ് സർ സ്റ്റാർട്ട് ചെയ്തതും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഐഡിയ വന്നതും സർ? First of all, thank you so much for being here today. Welcome to GTech Dubai campus. I basically finished all my education, everything from Chennai. അത് കഴിഞ്ഞ് 93-ൽ കഴിഞ്ഞ് 94-ലാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ട്രെയിനിങ് സെൻറ്റർ കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യാനൊരു കാരണമുണ്ട്. ബിക്കോസ് ഞാൻ IT പഠിച്ചത് ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനല്ല, ഞാൻ ഗൾഫ് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ആ സമയത്തൊക്കെ IT ഇൻഡസ്ട്രി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയമാണ്. IT പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി നമ്മളെ കേരളൈറ്റ്സ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലബാറിലുള്ളവരൊക്കെ തന്നെ എല്ലാവരും ഗൾഫിൽ പോകണം എന്നുള്ള ഒരു ഇതിലാണ് സാധാരണ IT പഠിക്കുക. ഞാനും അങ്ങനെ തന്നെ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ ചെന്നൈയിൽ നിന്ന് പഠിച്ചു വന്ന് ഗൾഫിലേക്ക് വരാനൊക്കെ ഉള്ള ഒരു പ്ലാനുള്ള സമയത്ത് എൻ്റെ ഒരു ബ്രദർ ആ സമയത്ത് സൗദി അറേബ്യയിലുണ്ടായിരുന്നു. ഹി വാസ് വർക്കിംഗ് ദെയർ ഇൻ IT, സെയിം ഫീൽഡിൽ തന്നെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഒറാക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്, അതും കൂടി പഠിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്, അതും കൂടി പഠിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞത്. അങ്ങനെ ഈ ഒറാക്കിളിൻ്റെ കോഴ്സ് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ കാരണമായിട്ട് മാറിയിട്ടുള്ളത്. ഐ വാസ് ഡൂയിങ് ഓൾ മൈ എഡ്യൂക്കേഷൻ ഇൻ ചെന്നൈ. അപ്പോൾ ചെന്നൈയിൽ കുറേ കാലം ഹോസ്റ്റലിലൊക്കെ നിന്ന് അവിടെ തന്നെ ഒറാക്കിൾ പഠിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറേ കാലം ഹോസ്റ്റലിലൊക്കെ നിന്ന് ഈ നാട്ടിൽ വന്ന് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ കോഴ്സ് ഫീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ടൈം ഒരു 3 മാസത്തെ ഒറാക്കിൾ കോഴ്സിന് ദ കോഴ്സ് ഫീ വാസ് അറൗണ്ട് 18,000 rupees. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കുറേ കാലം ഓൾറെഡി ഹോസ്റ്റലിലൊക്കെ അല്ലേ, വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നാട്ടിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും കൂടെ ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നാട്ടിൽ അന്വേഷിച്ചതാണ്. നാട്ടിൽ അന്വേഷിച്ചപ്പോൾ സെയിം കോഴ്സ് വിത്ത് 3 months ഡ്യൂറേഷൻ, ദ കോഴ്സ് ഫീസ് 45,000. അത്രയും വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് വന്നത് എന്താ എന്നുള്ളതിൻ്റെ ഒരു ചിന്തയെന്നാണ് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഐ സി ഒരു പൊട്ടൻഷ്യൽ ഇങ്ങനെ നാട്ടിൽ നമ്മളെ കുട്ടികൾക്ക് പഠിക്കാൻ അത്രമാത്രം ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും ആ സമയത്തില്ല. വളരെ വിരലിലെണ്ണാവുന്ന കുറച്ച് ബോംബെ എന്നുള്ള ബ്രാൻഡുകളൊക്കെയാണ് അന്ന് ഈ IT എഡ്യൂക്കേഷനൊക്കെ അവിടെ നടത്തുന്നത്. സോ ദാറ്റ് ഗേവ് മീ kind of it motivated me to set up a training center. ഞാൻ നാട്ടിൽ തന്നെയാണ് എന്നിട്ട് ഒറാക്കിൾ പഠിച്ചത്. പക്ഷെ ഒറാക്കിൾ പഠിച്ച് അത് കഴിഞ്ഞ് പിന്നെ
ഞാൻ പറഞ്ഞല്ലോ അത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം എന്നുള്ള ഒരു താല്പര്യമായി. അങ്ങനെ ഐ സ്റ്റാർട്ടഡ് മൈ ഫസ്റ്റ് ട്രെയിനിങ് സെൻറ്റർ ഇൻ കാലിക്കറ്റ്. ആ ടൈമിൽ സാർ കണ്ടെത്തിയെന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഫീൽഡാണ്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ബട്ട് കറക്റ്റ് പ്ലാറ്റ്ഫോം ഇല്ല. വൈ ഷുഡ് നോട്ട് ഐ ഷുഡ് സ്റ്റാർട്ട്. അങ്ങനെയാണ് അങ്ങനെ ഞാൻ കാലിക്കറ്റിൽ ആദ്യം തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ പർട്ടിക്കുലർ സെന്റർ ഇൻ കാലിക്കറ്റ് ഫ്ലറിഷ്ഡ് വിതിൻ വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ഒരു 1 ഇയറിൽ തന്നെ നന്നായിട്ട് പോകുന്നത് കണ്ട സമയത്താണ് ഐ സ്റ്റാർട്ടഡ് മൈ സെക്കൻഡ് സെന്റർ ഇൻ മഞ്ചേരി, ദെൻ തേർഡ് സെന്റർ ഇൻ തിരൂർ, ഫോർത്ത് സെന്റർ ഇൻ വടകര. ഇങ്ങനെ കാലിക്കറ്റിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഐ സ്റ്റാർട്ടഡ് മൈ ട്രെയിനിങ് സെന്റേഴ്സ്. അങ്ങനെ അത് കഴിഞ്ഞ് 2000 ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് ഓഫ് ഓൺ എ ലാർജർ സ്കെയിലിനെ പറ്റി ചിന്തിച്ചു. 2001 ഞാൻ ഇതൊരു കമ്പനിയായിട്ട് അതിനെ ലോഞ്ച് ചെയ്തു. അത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി PJ ജോസഫ് സാർ ആയിരുന്നു. 2001 ഫെബ്രുവരി 10 വി ഡിഡ് എ ബിഗ് ലോഞ്ച് ഇൻ കാലിക്കറ്റ്. നമ്മളെ എൻ്റെ ഈ ഓൺ സെന്റേഴ്സ് എല്ലാം കൂടെ വെച്ചിട്ട് ഒരു IT ലോഞ്ച് ഓഫ് ദ കറക്റ്റ്, വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു വലിയൊരു ഒഫീഷ്യൽ ലോഞ്ച് ആയിട്ട് ഈ ഒരു ബ്രാൻഡ് നമ്മൾ കൊണ്ടുവന്നു. നല്ലൊരു റെസ്പോൺസ് ആണ് പൊതുവെ കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. സോ ദാറ്റ് ഇറ്റ് ഹെൽപ്ഡ് us ടു എക്സ്പാൻഡ് അക്രോസ് കേരള വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ഒരു 5-6 വർഷത്തിൽ തന്നെ കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും നമ്മളെ GTech ബ്രാൻഡുകളും അങ്ങനെ വന്നു. പിന്നെ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിൽ തമിഴ്നാട്, കർണാടക, ആന്ധ്ര അങ്ങനെ സ്ലോലി ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളിലേക്കും എക്സ്പാൻഡ് ചെയ്തു. 2009 ഞാൻ ഐ സ്റ്റാർട്ടഡ് മൈ ഫസ്റ്റ് ട്രെയിനിങ് സെന്റർ ഔട്ട്സൈഡ് ഇന്ത്യ. സിംഗപ്പൂരിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. സിംഗപ്പൂരിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം അന്നും സിംഗപ്പൂർ ഭയങ്കര ഒരു നിഷ് മാർക്കറ്റാണ്. കാരണം എഡ്യൂക്കേഷൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇതുള്ളൊരു സ്ഥലമാണ് സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ. സിംഗപ്പൂർ സ്റ്റാർട്ട് ചെയ്തു, മലേഷ്യയിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇപ്പൊ എന്തായാലും നമ്മൾ ഇറ്റ്സ് ബീൻ ഓൾമോസ്റ്റ് ഒരു 27 years ആയി. ആൻഡ് എൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക, നമ്മളൊരു വലിയൊരു എനർജി എന്ന് പറയുന്നത് നമ്മളെ ഈ അലൂമിനിയാണ്, വിച്ച് ഈസ് അബൌട്ട് 2.4 million. 24 ലക്ഷം കുട്ടികളെ നമ്മൾ GTechലൂടെ പഠിച്ച് പുറത്തിറങ്ങിയിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വലിയ വലിയ കമ്പനികളിൽ, കോർപ്പറേറ്റ്സിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പം നമ്മൾ എവിടെ പോകുമ്പോഴും ഒരു IT ഇൻഡസ്ട്രിയിൽ എവിടെ പഠിച്ചതെന്ന് നോക്കുമ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും GTech ആണ് എന്നുള്ളതാണ് പറയുക. അത് വലിയൊരു എനർജി ആണല്ലോ. നമ്മളെ സ്റ്റുഡൻസ് ആണ്, ദേ ആർ ഓൾവേസ് അവർ ബ്രാൻഡ് അംബാസഡേഴ്സ്. ദെൻ ഇൻ ടേംസ് ഓഫ് ഒരു വർഷം 1 ലക്ഷം കുട്ടികൾ നമ്മളെ GTechൽ പഠിക്കും. ഇപ്പൊ നിങ്ങൾ കേരളത്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി കവർ ഓൾ ദ A class, C class, B class സെന്റേഴ്സ്. ടൗണുകൾ ഉണ്ടല്ലോ, എല്ലാ ടൗണും GTech ഇല്ലാത്ത ഒരു ടൗണും ഇല്ല ഇന്ന് കേരളത്തിൽ. ഇറ്റ് ഈസ് സ്പ്രെഡ് ലൈക്ക് ദാറ്റ്. ഒരു വർഷം തന്നെ 1 ലക്ഷത്തോളം കുട്ടികൾ കേരളത്തിൽ തന്നെ എന്തായാലും പഠിക്കാനുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ വി സ്റ്റാർട്ടഡ് ഇൻട്രൊഡ്യൂസിങ് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ കുറെ കോഴ്സുകൾ. I was mentioning before, so start ചെയ്ത ടൈമിൽ IT ആണ് സാറുടെ ഒരു ഫോക്കസ് ഉണ്ടായിരുന്നത്, because you were into that. But later on നമ്മൾ പറയല്ലോ, what is the need, what is the need of the audience, or what is the need of the consumers. അങ്ങനെയാണ് സർ അതിനെ കൂടുതൽ കോഴ്സുകൾ അങ്ങനെ. എന്തൊക്കെ കോഴ്സസ് ആണ് സർ ഇപ്പം നമുക്ക് ഓൾ ഓവർ ബ്രാഞ്ചസ് ഓഫ് GTech നമുക്ക് പ്രൊവൈഡ്? ഇപ്പൊ നമുക്കറിയാലോ, ഇത് ടെക്നോളജി വേൾഡ് ആണ്. ശരിക്കും പറയണമെങ്കിൽ ടെക്നോളജി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. ലൈക്ക് ഇപ്പൊ നമ്മള് മോസ്റ്റ് ഒരു വൈബ്രന്റ് ആയിട്ടുള്ള കുറെ കോഴ്സുകൾ, ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഡാറ്റ സയൻസ്, ഡാറ്റ വിഷ്വലൈസേഷൻ, ഇതിൻ്റെ ഒക്കെ ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിലുള്ള എല്ലാ അഡ്വാൻസ് ആയിട്ടുള്ള കോഴ്സുകളും നമ്മളെല്ലാ സെന്ററുകളിലും ഉണ്ട്. ഇപ്പൊ ഇവിടെ ദുബായ് ക്യാമ്പസിൽ തന്നെ നമ്മൾ ഒരു മെയിൻ കോഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഡിപ്ലോമ ഇൻ ഡാറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അതിന് ദർ ആർ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് കമ്മിങ് ഫ്രം ഇന്ത്യ ഓൾസോ. വി ആർ ഹിയർ അപ്രൂവ്ഡ് ബൈ ദ KHDA മിനിസ്ട്രി അപ്രൂവ്ഡ് ആണ് നമ്മളെ സെന്റർ, ഈ ക്യാമ്പസ്. ഇവിടേക്ക് ഒരുപാട് കുട്ടികൾ പുറത്തുനിന്ന് പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്, വേറെ കൺട്രീസിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആൻഡ് വി ഗിവ് ദം ദ സ്റ്റുഡൻറ് വിസ. ഇവിടെ അവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി, ഫുഡ് എല്ലാം കൊടുത്തിട്ട് അവരിവിടെ താമസിപ്പിച്ചിട്ട്, ദുബായ് അറിയാലോ ഇപ്പം ബേസിക്കലി ഇറ്റ്സ് എ ഡെസ്റ്റിനേഷൻ. ഇപ്പൊ വേൾഡിലെ എല്ലാ ബിഗ്ഗസ്റ്റ് സാധനങ്ങളും ഇവിടെയാണ് ഉള്ളത്. അപ്പൊ കുട്ടികൾക്കാണെങ്കിലും ഇവിടെ വന്ന് താമസിച്ച് പഠിച്ച്
ആ ഒരു ആ ഒരു ഫീല് കിട്ടാനുള്ള നല്ലൊരു സ്ഥലമാണ്. അപ്പം നല്ല റെസ്പോൺസ് ആണ് അതിനുള്ളത്. നമ്മളെ ഫസ്റ്റ് ബാച്ചിൽ ഓൾറെഡി കുട്ടികൾ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് കുട്ടികൾ വന്നിവിടെ പഠിക്കുന്നുണ്ട്. ഒരുപാട് പേര് സ്റ്റുഡൻറ് വിസയിൽ വന്നിട്ട് ഇപ്പം നമ്മളിവിടെ അക്കോമഡേഷനൊക്കെ കൊടുത്ത് ഇവിടെ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് ബാച്ച് ഓൾറെഡി നമ്മൾ ചാലുവാക്കി. നമ്മൾ ജസ്റ്റ് എനിക്ക് തോന്നുന്നു റീസെന്റ് ജൂലൈ 23 ഈ ക്യാമ്പസ് ഇനാഗുറേഷൻ ചെയ്തത്. ഇറ്റ് വാസ് ഇനാഗുറേറ്റഡ് ബൈ പത്മശ്രീ ആസാദ് മൂപ്പൻ സാർ. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ലോഞ്ച് കഴിഞ്ഞപ്പോൾ 2 മാസത്തിനുള്ളിൽ തന്നെ വി ഹാവ് മോർ ദാൻ ഒരു 300ന്റെ മേലെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് വി ഗോട്ട് സോ ബീയിങ് എ ബ്രാൻഡ് നമുക്ക് നല്ലൊരു റിസൾട്ട് ഈ ഒരു സെന്ററിൽ. Brand is always a magnet. നമ്മൾ എവിടെ ഉണ്ടെങ്കിലും people will be there. And if I talk about Dubai, we have to talk about it. So ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് more than 200 nationalities are already here. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എ കോളേജ് ഓൺലി. We can come, നല്ലൊരു എഡ്യൂക്കേഷൻ ഉണ്ട്, പിന്നെ ക്യാമ്പസ് ഉണ്ട്. എനിബഡി ഇവിടെ നമുക്ക് എല്ലാ നാഷണാലിറ്റീസ് ഉണ്ട്. അതാണ് അതിന്റെ മറ്റൊരു ബ്യൂട്ടി. നമ്മളെ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിലും പല രാജ്യം, ഇപ്പൊ ടുണീഷ്യ എന്നുള്ള സ്റ്റാഫ് ട്രെയിനർ ഉണ്ട്, ഇറാൻ എന്നുള്ള ട്രെയിനർ ഉണ്ട്, ആഫ്രിക്ക എന്നുള്ള ട്രെയിനർ ഉണ്ട്. സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് മാക്സിമം കൂടുതലും നമുക്ക് ഒരുപാട് ലോക്കൽ സ്റ്റുഡൻസ്, അറബ്സ് ഒരുപാടുണ്ട്. അപ്പൊ ആ രീതിയിൽ അതൊരു ഡിഫറെന്റ് കൾച്ചറുള്ള സ്റ്റുഡൻസും സ്റ്റാഫും അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ട്. Sir, but എനിക്കിപ്പം sir, actually you are a business person, you are an entrepreneur. പക്ഷെ എനിക്ക് അങ്ങനെ directly address ചെയ്യാൻ പറ്റില്ല because you are into education industry. Because education can never become business. It is like a thing, service you are giving. It's a I can say it's like a thing you're giving for the service as for the society. So education is always a service, not a business. So sir, being into this from so many years, ഇപ്പം 3 decades ആവാൻ പോകുന്നു, ഇത്ര ബ്രാഞ്ചസും ഉണ്ട്. അപ്പോൾ സാർ നമുക്ക് ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ക്വാണ്ടിറ്റി, ഇറ്റ്സ് അബൌട്ട് ക്വാളിറ്റി. അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ദാറ്റ് ഇൻ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ഇറ്റ്സ് എ ബിറ്റ് ഡിഫിക്കൾട്ട്. പക്ഷേ GTech എങ്ങനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? ബീങ് ദ ഹെഡ് ഓഫ് GTech, ബീങ് ദ ഫൗണ്ടർ ഓഫ് GTech, സാർ അതെങ്ങനെ ലൈക്ക് യു ആർ മേക്കിംഗ് ഷ്യൂർ ഓക്കെ എൻ്റെ എല്ലാ സെൻറ്റേഴ്സിലും ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന്? കാരണം എന്താ, നമുക്ക് ഇവിടെ ഒരു ക്വാളിറ്റി മോണിറ്ററിംഗ് സെല്ലുണ്ട്, പ്ലസ് നല്ലൊരു അടിപൊളി R&D ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആൻഡ് വി ആർ മോണിറ്ററിംഗ് ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ് പേഴ്സണലി. അപ്പൊ അതിനൊക്കെ ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബിക്കോസ് വെൻ യു ട്രെയിൻ അറൌണ്ട് 150,000 സ്റ്റുഡൻസ് ഇൻ എ ഇയർ, എല്ലാവരും ചോദിക്കും ഇത്രയും 1.5 ലക്ഷം കുട്ടികളെ എങ്ങനെ മോണിറ്റർ ചെയ്യുന്നില്ല. പക്ഷെ അതിന് നമുക്ക് വി ഹാവ് എ വെരി ക്ലിയർ കട്ട് സിസ്റ്റം. ഈവൻ നമ്മളെ എക്സാം പാറ്റേൺസ് എല്ലാം അതിനുള്ള ഒരു SOP പോലെ ഉണ്ടാക്കിയിട്ടുള്ള രീതിയിലാണ് ഈ സിസ്റ്റം വർക്ക്ഔട്ട് ചെയ്യുന്നത്. കാരണം ഒരു വർഷം 1.5 ലക്ഷം എന്ന് വെച്ചാൽ ദാറ്റ്സ് എ ഹ്യൂജ് കൗണ്ട്. ഇപ്പൊ സാധാരണ നമ്മളൊരു യൂണിവേഴ്സിറ്റി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ അറൌണ്ട് 30,000 to 40,000 സ്റ്റുഡൻസ് ഒക്കെ സാധാരണ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ 3 യൂണിവേഴ്സിറ്റിയിലോ പഠിക്കുന്ന കുട്ടികളെ നമ്മളെ ടീം മാനേജ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ഹാവ് എൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, വി ഹാവ് എ രജിസ്റ്റേർഡ് ഓഫീസ്. ഈ എല്ലാ സ്ഥലത്തും നല്ലൊരു ടീം വർക്ക്, ഒരു ഗ്രൂപ്പ് ഓഫ് നല്ലൊരു ടീം മെമ്പേഴ്സ് ഈ എല്ലാ സ്ഥലത്തും ഉണ്ട്. നമുക്ക് ആസ് ഫാർ ആസ് അവർ കമ്പനി ഈസ് കൺസേൺ നമുക്ക് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അഡ്മിനിസ്ട്രേഷൻ, ഓപ്പറേഷൻ, പബ്ലിക് റിലേഷൻ, മാർക്കറ്റിംഗ്, ഫൈനാൻസ് ഒക്കെ പറഞ്ഞ് നല്ല ക്ലിയർ കട്ടായിട്ട് നമ്മൾ അതിനൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ GTech എന്ന് പറയുന്നത് കേരളത്തിലെ എഡ്യൂക്കേഷൻ സെഗ്മെന്റ് എന്നുള്ള ഒരേ ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാണ്. വേറെ ആരുമില്ല കേരളത്തിൽ നിന്നുള്ള. അപ്പൊ അങ്ങനെ ഒരു ലിസ്റ്റിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഉണ്ടാവണല്ലോ. ഇല്ലാതെ ഇറ്റ്സ് നോട്ട് പോസിബിൾ ജസ്റ്റ് ടു ഗോ ദേർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ലിസ്റ്റ് ചെയ്യാന്നൊന്നും പറയാം. അതൊക്കെ ഒരുപാട് എഫേർട്ട്. അപ്പൊ അതിനൊക്കെ നല്ലൊരു ടീം വർക്ക് ബേസിക്കലി നമ്മുടെ അടുത്തുണ്ട്. ഇപ്പം സ്റ്റാഫിന്റെ സ്ട്രെങ്ത് തന്നെ ഇറ്റ്സ് അബൌട്ട് 3,800, 3,800 ട്രെയിനേഴ്സും ഒക്കെ ആയിട്ടുള്ള വലിയൊരു ടീം നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാരുടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു എന്താ പറയാ ശ്രമത്തിന്റെ ഒരു റിസൾട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന GTech. ആൻഡ് അതിൽ മാത്രമല്ല, ഇപ്പൊ നമ്മളെ പറഞ്ഞത് വി ഓൾവേസ് കൺസിഡർ സ്റ്റുഡൻസ് ആസ് അവർ ബ്രാൻഡ് അംബാസഡേഴ്സ്. നമ്മളെടുത്ത് പഠിച്ചു അവർക്ക് നല്ലൊരു സക്സസ് വരുമ്പോഴാണ് നമ്മളെ വിദ്യാഭ്യാസ സ്ഥാപനം ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാവുന്നത്. സർ, എല്ലാ ഫീൽഡിലും എല്ലാ ഇൻഡസ്ട്രിയിലും അതിൻ്റെ ആയിട്ടുള്ള ചാലഞ്ചസ് ഉണ്ട്. അതേപോലെ ഈ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലായാലും there are so many colleges, there are so many institutes, there are so many branches all over the world. അപ്പോൾ ആ ടൈമിൽ what kind of challenges initially ആയാലും ഇപ്പോഴത്തെ ഒരു ടൈമിലായാലും what kind of challenges GTech has faced? നോർമലി നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു ചാലഞ്ചുകൾ വന്നിട്ടില്ല. ബിക്കോസ് ഈ ഒരു ടെക്നോളജി എഡ്യൂക്കേഷൻ്റെ ഒരു വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഫുഡ്. കാരണം ഇപ്പം നമ്മളിപ്പോൾ പണ്ടറിയാലോ, ഇപ്പോൾ സ്കൂളിലൊക്കെ
ഈ പിന്നെ മൊബൈലുമായിട്ട് വന്നാലൊക്കെ ടീച്ചേഴ്സൊക്കെ ചീത്ത പറയും. ഇപ്പൊ കൊണ്ടുവരാൻ വേണ്ടി അതെന്തുകൊണ്ടാ? ഒരു കോവിഡ് എന്ന് പറഞ്ഞൊരു സാധനം വന്നപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഓൺലൈൻ ക്ലാസ്സുകൾ വന്നു. പണ്ടൊക്കെ ഓൺലൈൻ ക്ലാസ്സുകൾ എന്നൊക്കെ പറയുമ്പോൾ ആർക്കും ഒന്നും ഇരിക്കാനും താല്പര്യമില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ നമുക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓൺലൈൻ കോഴ്സുകളുണ്ട്. വി ഹാവ് ഓൾമോസ്റ്റ് 200 ഓൺലൈൻ കോഴ്സസ്. So those who doesn't want to come to a training center, they can sit at home and learn everything. എല്ലാ കാര്യങ്ങളും. അപ്പൊ അതിന് തന്നെ സ്റ്റിമുലേഷൻ ആയിട്ടുള്ള പല സോഫ്റ്റ്വെയറുകളും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളും അതിനു വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് സംതിങ് കോൾഡ് ഗോൾ എന്ന് പറയും, GOL, ജിടെക് ഓൺലൈൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള അതിന് നല്ലൊരു ഒരു പ്ലാറ്റ്ഫോം തന്നെ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലുണ്ട്. ഓൺലൈനിലുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഹാവ് അൺലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. നമ്മളിപ്പോ ഒരു ബാച്ച് ഒരു പർട്ടിക്കുലർ ഒരു എത്തിക്കൽ ഹാക്കിങ്ങിന്റെ ഒരു ബാച്ച് നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഹാവ് സ്റ്റുഡൻസ് ഫ്രം ഇന്ത്യ, യു ക്യാൻ ഹാവ് സ്റ്റുഡൻസ് ഫ്രം സിംഗപ്പൂർ, ഫ്രം ദുബായ്, എല്ലാ സ്ഥലത്തും നമുക്ക് ഒരേപോലെ അഡ്മിഷൻ എടുത്തിട്ട് ഒരേ ബാച്ചിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. So sir, this was all about GTech, and if anything new coming, as you mentioned in January the robots are coming. Yes. So അതേപോലെ എന്തെങ്കിലും new courses നമ്മളുടെ pipeline ഒരുപാട് വരുന്നുണ്ട്. യെസ് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പൊ അപ്പാർട്ട് ഫ്രം ദീസ് നമ്മൾ ഈ കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ നമ്മൾ വി ആർ ഓൾസോ ഇൻ ടു യൂണിവേഴ്സിറ്റി പ്രോഗ്രാം. ഇപ്പൊ നമുക്ക് ഞാൻ പറയാം ജെയിൻ യൂണിവേഴ്സിറ്റി ഈസ് വൺ അമംഗ് അവർ പാർട്ട്ണർ. നമ്മളിപ്പോ പബ്ലിക് ലിസ്റ്റഡ് കമ്പനീന്റെ പേര് തന്നെ ജിടെക് ജൈനക്സ് എഡ്യൂക്കേഷൻ ലിമിറ്റഡ് എന്നാണ്. അപ്പൊ അതിൽ ഒരുപാട് നമ്മളുടെ ഓൺലൈൻ ഡിഗ്രി പ്രോഗ്രാംസ്, ഓൺലൈൻ PG പ്രോഗ്രാംസ് എല്ലാം നമ്മളെ സെന്ററുകളിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ ജിടെക്കിൽ പഠിക്കുന്ന എല്ലാ കോഴ്സുകൾക്കും ജെയിനെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ജെയിൻ യൂണിവേഴ്സിറ്റിന്റെ ഒരു സർട്ടിഫിക്കേഷൻ ആഡ് ഓൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതും ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കുട്ടികൾക്ക്. ബിക്കോസ് വെൻ ദേ ഗോ ഫോർ എ ജോബ്, സർട്ടിഫിക്കേഷൻ ഓൾവേസ് മാറ്റേഴ്സ്. എവിടെയാണ് പഠിച്ചത്, എവിടെ നിന്നാണ് സർട്ടിഫൈ ചെയ്തത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് ജോബ്സ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട്, ജോബ്സ് ബാങ്ക് G ആണ്, ജോബ്സ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു പ്ലേസ്മെന്റ് പോർട്ടലുണ്ട്. അതെന്താണ്, നമുക്ക് ഒരു സ്റ്റുഡൻറ് പഠിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്ന നല്ലൊരു ജോലിയാണ്, നല്ലൊരു കരിയറാണ്, അത് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ഒരു CSR ഫെസിലിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട്, ജോബ്സ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. എനി സ്റ്റുഡൻറ് ഹു ഈസ് ഡൂയിങ് എനി കോഴ്സ് ഇൻ ജിടെക്, we will register them freely. The complete or free service. We don't charge anything either from the students or from the employers. So sir, let's take up a round from your professional life to a personal life. Yeah. So sir, the wife from Makkalu. Wife, I married to Wahida. She is a housewife, but I can say she is busier than me. She manages so many things, and you can say a lovely wife. And probably all this credit also goes to her, plus my mother. I always dedicate my success to both of them. My wife and my mother, they were actually the pillars behind my success. Then I got two children. The elder one is a doctor, Dr. Mehna Manalodi. She is married to a businessman, Mr. Hilal. He is also based in Oman, but right now both of them are in London. They are doing their studies. Okay. And my son is Mishal Abubakar. He is doing his BTech Computer Science in SRM University, Chennai. He is into the final year, and next year he is planning for MS and MBA together in US. So they are all in the steady mode only. But still, my son already started coming into. Okay, he is interested. Yes, he is interested and already started taking some assignments. I gave him the first assignment as a social service. This year on the Women's Day. What is the Women's Day? 8th of March. What we GTech did was we adopted 1,000 ladies. 1000 സ്ത്രീകളെ നമ്മൾ ദത്തെടുത്തു ഇൻ ദ സെൻസ് അവരെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ട് അവർക്ക് സൗജന്യമായിട്ട് 6 മാസത്തെ ഒരു കോഴ്സ് കൊടുത്തു. ഈ 1000 ലേഡീസിന് ഒരു സ്ഥലത്തു നിന്നല്ല, പല ഭാഗത്തുനിന്ന്. അതിൽ 18,000 പേര് അപ്ലൈ ചെയ്തിട്ട് 1000 പേര് നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് അവർക്ക് 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞു. അവർ എക്സാം എഴുതി പാസ്സായി. ഇപ്പൊ അവരെ ഈ 1000 പേര് നമ്മൾ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ചാർജ് ഞാൻ മകന് കൊടുത്ത്. കാരണം ലെറ്റ് ഹിം ലേൺ വാട്ട് ഈസ് സോഷ്യൽ സർവീസ്. കാരണം എന്താ, നമ്മളെ സംബന്ധിച്ചോളം ഈ 1000 പേർക്ക് ജോലി കിട്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 വീടുകളിലേക്കുള്ള സന്തോഷമാണ്, അല്ലേ? അതിന്റെ 1000 ആ വീടുകളിൽ നിന്നുള്ള പ്രാർത്ഥനകളാണ്.
ആ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും നമ്മളെ ജിടെക് ഫാമിലിക്ക് വേണം, നിർബന്ധമാണ്. അപ്പോൾ അതിനുവേണ്ടി ഐ ഹാവ് അസൈൻഡ് ദാറ്റ് പെർട്ടിക്കുലർ തിങ്സ് ടു ഹിം ആൻഡ് ഹി ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ഇറ്റ് വെൽ. ഓൾമോസ്റ്റ് ഇതിൽ നമുക്ക് ഒരു 60% നമ്മളിപ്പോൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അതായത് 1600 പേര് ഓൾറെഡി പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി 400 പേരെയും കൂടി പ്ലേസ് ചെയ്യുന്ന ഒരു പരിപാടിയിലാണ്. അപ്പൊ എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. കാരണം സാധാരണ എപ്പോഴും എന്താ ചെയ്യാന്ന് വുമൻസ് ഡേ എന്ന് പറയുമ്പോൾ ഒരു കേക്ക് കട്ട് ചെയ്ത് ഒരു പൂവ് കൊടുത്താൽ വുമൻസ് ഡേ കഴിഞ്ഞ്. ബട്ട് അവർക്ക് ഒരു എന്താ പറയാ ലൈഫിൽ സന്തോഷിക്കാനും ഒരു ഏൺ ചെയ്യാനൊക്കെ അപ്പൊ അങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ വർഷം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വിച്ച് ഐ ഓൾസോ കൺസിഡർ എന്റെ ലൈഫിലും എന്താ പറയാ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അത് മനസ്സിൽ വന്നത്. അങ്ങനെ ചെയ്യാൻ തോന്നിയതിലും അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതിലൊക്കെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. സാർ ഇത്രയും വർഷത്തെ ഒരു ഓൾമോസ്റ്റ് 30 years എന്നുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സാറിന്റെ ഒരു ലൈഫിലായാലും അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലായാലും ഒരു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലായാലും വാട്ട് മെസ്സേജ് യു വുഡ് ലൈക്ക് ടു കൺവേ ടു അവർ ഓഡിയൻസ്? ബിക്കോസ് സോ മെനി യങ്സ്റ്റേഴ്സ്, സോ മെനി സ്റ്റുഡൻസ്, സോ മെനി പീപ്പിൾ ഹു വാണ്ട് ടു ബി ഓൺട്രപ്രനേഴ്സ്, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം സാറിന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എന്താണ് ഒരു മെസ്സേജ് പറയാനുള്ളത്? മെസ്സേജ് ആദ്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒന്ന് എഡ്യൂക്കേഷനെ പറ്റി, ബിക്കോസ് ദാറ്റ് ഈസ് മൈ ഏരിയ. എഡ്യൂക്കേഷൻ ഈസ് ലൈക്ക് ഐ ഓൾവേസ് നമ്മളെ നെൽസൺ മണ്ടേലിന്റെ ആ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ എപ്പോഴും തലയിൽ വെച്ച് നടക്കുന്നവരാണ്. എഡ്യൂക്കേഷൻ ഈസ് സംതിങ് വിച്ച് വിൽ ഗിവ് യു മോർ എനർജി. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വെപ്പൺ, മോസ്റ്റ് പവർഫുൾ വെപ്പൺ ടു ചേഞ്ച് ദ വേൾഡ്. മനസ്സിലായില്ലേ? അപ്പൊ അത് വിദ്യാഭ്യാസം എന്തായാലും കുട്ടികൾക്ക് കൊടുക്കണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. രണ്ടാമത്തെ ഒരു കാര്യമാണ് ടെക്നോളജി എഡ്യൂക്കേഷൻ മസ്റ്റാണ്. കാരണം നമ്മൾ ഓരോ ദിവസവും നമ്മളെ നാട് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്, ലോകം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കാൻ കുട്ടികൾ മുന്നോട്ടേക്ക് വരണം. അത് എൻ്റെ സ്ഥാപനം വലുതാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമല്ല, ദാറ്റ് ഈസ് എ മസ്റ്റ് നൗ. എന്തായാലും നമ്മൾ ഇതൊക്കെ എന്താ ഡാറ്റ സയൻസ്, എന്താ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന്റെ ബേസിക് കോഴ്സുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ സെക്യൂരിറ്റി. പണ്ട് നമുക്ക് എല്ലാവർക്കും ടെൻഷൻ ഉള്ളത് ഇപ്പോൾ നമ്മളെ പേഴ്സ് ആരെങ്കിലും കട്ടുകൊണ്ടുപോകുമോ അങ്ങനെയുള്ളതൊക്കെയാണ്. ഇന്നിപ്പോൾ പേഴ്സ് ഒന്നും പോയാലും വലിയ പ്രശ്നമില്ല, നമ്മളെ മൊബൈലോ നമ്മളെ ഡാറ്റ പോയാലാണ് പ്രശ്നം. അപ്പോൾ സെക്യൂരിറ്റി, IT സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ പറ്റിയൊക്കെ ഒരു അവയർനെസ് എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് ശരിക്കും എനിക്ക് പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാനുള്ള മെസ്സേജ്. എന്തെങ്കിലും ഒരു IT കോഴ്സുകൾ എപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ ദാറ്റ് യു ഗെറ്റ് അപ്ഡേറ്റഡ്. എന്താണ് ഇപ്പോൾ കറണ്ട് ട്രെൻഡ്, മാർക്കറ്റ് എന്താ എന്നൊക്കെ ഉള്ളതൊക്കെ അറിയാനൊക്കെ അത് ശരിക്കും ഹെൽപ്പ് ചെയ്യും. നമ്പർ 1. നമ്പർ 2, ആസ് ഫാർ ആസ് ദ എന്റർപ്രണേഴ്സ് ആർ കൺസേൺ, ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് എ ബിഗ് പ്ലാറ്റ്ഫോം. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പം ഒരു ചെറിയ മൊബൈൽ ആപ്പ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് യു ക്യാൻ ബി എ ബില്യണയർ വെരി ഈസിലി. സോ ട്രൈ ടു ഡു ഇന്നോവേഷൻസ്. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു സാധനം ചെയ്യുന്നതിന് പകരം പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് ട്രൈ ടു ബി ഇന്നോവേറ്റർ. നമ്മൾ ഇന്നോവേഷൻ പുതിയതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ വലിയൊരു സക്സസ് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. പിന്നെ പുതിയ എന്റർപ്രണേഴ്സ് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ everybody cannot become a Mark Zuckerberg or Steve Jobs in 1 day or 2 day. ഇപ്പോഴുള്ള പുതിയ ജനറേഷൻ എന്റർപ്രണേഴ്സിന്റെ ഒരു വലിയൊരു പ്രശ്നം അതാണ്. അവർക്കൊരു 2 മാസത്തിലോ 1 കൊല്ലത്തിലൊക്കെ മില്യൺസും ബില്യണയറും ഒക്കെ ആവണം. അതൊന്നും അത്ര എളുപ്പമല്ലല്ലോ. സോ യു ഹാവ് ടു കണ്ടിന്യൂസ്ലി നമ്മൾ അത് ഒരു സമയം എടുത്തിട്ട് അതൊക്കെ വരികയുള്ളൂ. ഞാൻ തന്നെ ഹാവ് സീൻ, I used to go for talks to ഇങ്ങനെയുള്ള എന്റർപ്രണർ ടോക്കിനൊക്കെ ഞാൻ പോവാറുണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടത് 1 കൊല്ലത്തിൽ മില്യണയർ ആവണം, 1 കൊല്ലത്തിൽ സക്കർബർഗ് പോലെ ആവണം, ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ചിന്തകൾ. അപ്പൊ അത് സമയം അതന്നെ പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ ആണ്. അതിന് സമയം എടുത്തിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുക. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ 29 years ആയി ഇൻ ടു ദിസ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. I never sold even a single computer in my life. I am not a seller. Yeah, that is what. ഇപ്പൊ ഞാൻ പണ്ടൊക്കെ ഈ കമ്പ്യൂട്ടർ സെന്റർ ഒക്കെ തുടങ്ങുന്ന സമയത്ത് പല ഓഫറുകളും വന്നിട്ടുണ്ടായിരുന്നു. യു ബിക്കം പിന്നെ IBM-ന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കോ, ഏതായാലും ഇത്രയും സെന്ററുകളിൽ കമ്പ്യൂട്ടറൊക്കെ ആവശ്യമുള്ളതല്ലേ. അപ്പൊ ഓരോ ബ്രാൻഡ് HCL-ന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തോളേ എന്നൊക്കെ പറയണ്ടേ. അപ്പൊ ഞാൻ അന്നൊക്കെ അത് ഒഴിവാക്കി. That is not my cup of tea. അപ്പൊ when you do something, try to focus on something.
എന്നാലേ നമുക്ക് അതിലുള്ള റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു മെസ്സേജാണ് എന്റർപ്രണേഴ്സിന് കൊടുക്കാനുള്ളത്. എന്തായാലും ഞാൻ ഐ വാസ് ഓൾവേസ് ബി വിത്ത് ദ യങ് എന്റർപ്രണേഴ്സ്. കാരണം ഐ വാസ് ദ ചെയർമാൻ ഫോർ CII, കോൺഫെഡറേഷൻ ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് ഇതേപോലുള്ള പിന്നെ ടോക്സിനും പോവാറുണ്ട്. ദെൻ ഐ യൂസ് ടു ഗോ ഫോർ ഡെലിഗേഷൻസ്. ഇപ്പം നമ്മളെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അവരുടെയൊക്കെ കൂടെ മറ്റുള്ള കൺട്രീസിൽ ഡെലിഗേഷന് പോകും. ആൻഡ് വാട്ട് വി ഡു ദെയർ, നമ്മളെ കൺട്രീനെ പ്രസന്റ് ചെയ്യും. പ്ലസ് ആ കൺട്രിയിൽ നിന്ന് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഇങ്ങോട്ട് വരാനുള്ളത്, ഇവിടെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് അങ്ങോട്ട് പോകാനൊക്കെയാണ് സാധാരണ ചെയ്യുക. അപ്പൊ അവിടെയൊക്കെ തന്നെ വലിയ പൊട്ടൻഷ്യാലിറ്റി നമ്മളെ നാടിനുണ്ട്. നമ്മളെ ദ കൺട്രി ഇന്ത്യ ഈസ് അത്രയും ലെവലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നാട്ടിൽ നിന്ന് ചെയ്താൽ ഏറ്റവും ബെസ്റ്റ് ആണ്. വൺസ് യു പ്രൂവ് ദർ ഇൻ ഇന്ത്യ, യു ക്യാൻ പ്രൂവ് ഇറ്റ് എനിവെയർ ഇൻ ദ വേൾഡ്. അതാണ്. Yes. It was amazing talk, sir. It was an amazing episode, I believe. So ഒരുപാട് experiences, I tried to conclude it in our way. And you're such a cheerful person who had learned from his life, you had learned from experience, and now you are here. And that too, you are doing a service all over the world. Yes. And we wish you all the very best and success for all your upcoming ventures. As you said, you have some marks in your mind, you have some targets. So we would like to see GTech in more heights in the universities as a university. So coming days നമുക്ക് GTech നെ അങ്ങനെ കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ മിഡിൽ ഈസ്റ്റിന്റെ ഒരു വലിയൊരു ഹബ്ബായിട്ട് നമ്മൾ ദുബായിനെ നമ്മൾ മാറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒരുപാട് പല കൺട്രീസിൽ നിന്നും ഇവിടെ നമ്മൾ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. That is the aim. Yeah, it would be great. ഇപ്പം നമ്മളെ കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഈസിലി ദുബായിലൊക്കെ ആൾക്കാരാണെങ്കിൽ who doesn't want to have a different course, ഇതൊരു ആഡ് ഓൺ പോലെയാണ്. You are നമ്മളെ ഫസ്റ്റ് ബാച്ച് സക്സസ്ഫുൾ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദ സെക്കൻഡ് ബാച്ച് നെക്സ്റ്റ് മന്ത് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതിന് ഓൾറെഡി പല കൺട്രീസ്, ഈവൻ ബഹ്റൈൻ, ഒമാൻ, സൗദി എന്നൊക്കെ കുട്ടികൾ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. That too, student visa ആയാലും അക്കോമഡേഷൻസ് ആയാലും നല്ലൊരു ക്യാമ്പസ് ആയാലും ഒരു സൈലന്റ് ഏരിയ ആണ് ഇത്. ഇവിടെയൊക്കെയാണ് നമുക്ക് ദുബായ് ക്യാമ്പസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. That if you're graduate, post graduate, MPhil, PhD, whatever you are, or if you're a homemaker, ഇതൊരു ആഡ് ഓൺ ആണ്. We can come here easily. If you don't want to come, do it online. Anyway, sir, nice meeting to you. Thank you so much. Thank you very much. Thank you.